സാത്താനേ, ഇനിയും നിനക്ക് മതിയായില്ലേ എന്റെ ദാസനായ യോബിനെ നശിപ്പിക്കാൻ? ഒരിക്കലും നിനക്ക് സാധ്യമല്ല. പോകൂ, അവനെ വിട്ടു പോകൂ. നീ എന്നോട് തർക്കിക്കാൻ മുതിരുന്നു. നീ മറുപടി പറയുക. ഞാൻ ഭൂമിക്ക് അടിസ്ഥാനമിട്ടപ്പോൾ നീ എവിടെയായിരുന്നു? അതിന്റെ അളവ് നിർണയിച്ചവൻ ആര്? മരണത്തിന്റെ വാതിലുകൾ നീ കണ്ടിട്ടുണ്ടോ? സകല ജീവജാലങ്ങളെയും തീറ്റിപ്പോറ്റുന്നവൻ ആര്? ഞാൻ എന്തും മറുപടി പറയും. ഞാൻ നിസ്സാരനല്ലയോ? ഞാൻ വായ പൊത്തുന്നു, ഇനി മിണ്ടുകയില്ല. എന്റെ ചോദ്യങ്ങൾക്ക് നീ മറുപടി തരുമോ? യഹോവ, ഞാൻ അറിവില്ലാതെ പറഞ്ഞുപോയി, എന്നോട് ക്ഷമിക്കണമേ. നിന്റെ സ്നേഹിതരായ എലിഫസ്, ബിൽദാദ്, സോഫർ അവരോട് എനിക്ക് കോപം ജനിച്ചിരിക്കുന്നു. എന്റെ ദാസനായ യോബിനെ പോലെ അവർ എന്നെ കുറിച്ച് വിഹിതമായത് സംസാരിച്ചില്ല. എന്റെ ദാസനായ യോബ് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ. എന്റെ സ്നേഹിതന്മാരോട് പൊറുക്കണമേ. ഞാൻ ക്ഷമിച്ചിരിക്കുന്നു. യോബ്, നിന്നോടും ഞാനെല്ലാം ക്ഷമിച്ചിരിക്കുന്നു. നിന്റെ പുതപ്പഴിച്ചു മാറ്റൂ, നിന്റെ മുറിവുകൾ തുടച്ചു കളയൂ. നിനക്ക് ഞാൻ പൂർണ്ണ സൗഖ്യം തരുന്നു. നിനക്ക് നഷ്ടപ്പെട്ടതെല്ലാം ഇരട്ടിയായി തിരിച്ചു തരുന്നു. ഞാൻ നിന്നിൽ പ്രസാദിച്ചിരിക്കുന്നു. അപ്പോൾ എന്റെ മക്കൾ, എന്റെ ബന്ധുമിത്രാദികൾ എല്ലാം സാത്താന്റെ പ്രവർത്തനമായിരുന്നു. എല്ലാ സൗഭാഗ്യങ്ങളും നിനക്ക് തിരികെ ലഭിക്കും. 4 തലമുറയോടൊപ്പം നീ സുഖമായി ജീവിക്കും. നിനക്ക് നന്മ വരും. സാരമില്ല, എല്ലാം സാത്താന്റെ പരീക്ഷണമായിരുന്നു. ഇതെല്ലാം ചെയ്യിച്ചത് എനിക്ക് മുടിഞ്ഞ വിശപ്പ് തന്നതും ഈ സാത്താൻ. ഒരു ഗന്ധകത്തിന്റെ മണം ഉണ്ടോടാ? പിന്നെ ഇല്ല ബാബ, ഒരു കുന്തിരിക്കത്തിന്റെ മണം.